നേരത്തെ ജി ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് അപകട മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ചാണ്ടി ഉമ്മൻ എംഎൽഎ ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യവുമായി UDF മുന്നോട്ട് തന്നെ പോകും. മൃതദേഹത്തോട് അനാദരവ് കാണിച്ചത് സർക്കാരെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിക്കുകയുണ്ടായി. കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ബിന്ദുവിന് വേണ്ടി വലിയ സമര പോരാട്ടങ്ങളിലൊക്കെ മുൻനിരയിൽ നിന്ന ആളാണ് ചാണ്ടി ഉമ്മൻ MLA. എനിക്കൊപ്പം ചാണ്ടി ഉമ്മൻ ഉണ്ട്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി മുതൽ ഈ വിഷയത്തിൽ ഒരു ന്യായീകരണത്തിലേക്ക് കടക്കുകയാണ് സർക്കാരും മന്ത്രിമാരുമെല്ലാം. അതായത് ഇനിയൊരു രാജി എന്നത് ഫലത്തിൽ നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. ജനമനസ്സിൽ ഈ ഗവൺമെന്റിന് സ്ഥാനമില്ല, ഇവർക്കും ജനങ്ങളെ വിശ്വാസമില്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി സ്ഥലത്തുണ്ടായിട്ടും ആ മരണ വീട്ടിൽ അല്ലെങ്കിൽ ആ മരിച്ച ആളുടെ ബന്ധുവിനെ കാണാതെ മെഡിക്കൽ കോളേജിൽ പോയി തിരിച്ചു വന്നത്. ഇല്ലേ? ഞാൻ ചോദിക്കുന്നത്, എന്തിന് ഈ ന്യായീകരണങ്ങളൊക്കെ നടത്തണം? നിങ്ങൾ പറയുന്നു വേൾഡ് ക്ലാസ് മെഡിക്കൽ ഫെസിലിറ്റി, വേൾഡ് ക്ലാസ് ലോസ് അപ്ലൈ. വേൾഡ് ക്ലാസ് ലോസിൽ എന്തായിരിക്കും നിലപാട്? വിദേശ രാജ്യത്ത് ഒരാളുടെ ജീവൻ ഇങ്ങനെ നഷ്ടപ്പെട്ടാൽ 1 കോടി രൂപ ഇങ്ങനെ കൊടുക്കും. ഞങ്ങൾ 25 ലക്ഷം പറഞ്ഞുള്ളൂ മിനിമം. വേൾഡ് ക്ലാസ് ലോഡ് അപ്ലൈ ചെയ്യുന്നത് എനിക്ക് മന്ത്രിമാരോട് അതാണ് പറയേണ്ടത്. നിങ്ങൾ വേൾഡ് ക്ലാസ് ആണെന്ന് പറയുന്നു, വേൾഡ് ക്ലാസ് ലോസ് അപ്ലൈ ചെയ്യൂ. അവിടെ സ്ഥിര ജോലി കൊടുക്കൂ ഒരു മെമ്പറിന്, ആ കുട്ടിയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കൂ. അതല്ലാതെ അവിടുത്തെ കോസ്റ്റ് മാത്രം വേൾഡ് ക്ലാസ് ആക്കണ്ട. ഇപ്പൊ 300 രൂപ മാത്രം മേടിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗത്തിന് 3,40,000 രൂപയുടെ ചെലവാണ്. അവിടെ വേൾഡ് ക്ലാസ് പ്രൈസായി. വേൾഡ് ക്ലാസ് ലോസ് ഇല്ല. വേൾഡ് ക്ലാസ് ലോസ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ അപ്പത്തെറിക്കും. അവിടെ ഒഴിഞ്ഞ കെട്ടിടമാണെന്ന് പറഞ്ഞ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അപ്പത്തെറിക്കും. മന്ത്രി ചിലപ്പോൾ രാജിവെക്കേണ്ടി വരും. ഇപ്പൊ വേൾഡ് ക്ലാസ് ലോസ് അവിടെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവരെ കോമ്പൻസേഷന്റെ കാര്യത്തിലെങ്കിലും വേൾഡ് ക്ലാസ് ഹെൽത്ത് ഫെസിലിറ്റി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന സർക്കാർ വേൾഡ് ക്ലാസ് ലോ കൂടി അപ്ലൈ ചെയ്യണം. ഇതൊരു താൽക്കാലിക ജോലി മാത്രമാണ് ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ മതിയോ? താൽക്കാലിക ജോലി കൊണ്ടൊന്നും തൃപ്തിയാവുന്ന സാഹചര്യമല്ല. അവർക്ക് സ്ഥിര ജോലിയാണ് കൊടുക്കേണ്ടത്. യാതൊരു സംശയവും വേണ്ട. ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കി തന്നെ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അവിടെ ആരാണ് ഒഴിഞ്ഞ കെട്ടിടം ഉണ്ട് എന്ന് പറഞ്ഞത്? മന്ത്രിയാണ്. മന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ കളക്ടർ പറ്റുമോ? ആ കളക്ടറിന് ചോദ്യം ചോദിച്ചാൽ മന്ത്രിക്ക് എങ്ങനെ പറയാൻ പറ്റും? അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിനെ തന്നെ എക്സിക്യൂട്ടീവ് ചോദ്യം ചെയ്യണം. അതുകൊണ്ടാണ് ജുഡീഷ്യൽ എൻക്വയറി വേണം എന്ന് ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നത്. എന്നാൽ മാത്രമേ ഈ സാഹചര്യത്തെ കുറിച്ചുള്ള യഥാർത്ഥ കാര്യങ്ങൾ പുറത്തു വരൂ. ഈ രാജി എന്ന ആവശ്യത്തിൽ പിന്നോട്ടില്ല നിങ്ങൾ? അല്ല, അത് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളെല്ലാം അതിനോടൊപ്പമാണ്. ഒരു കാര്യം കൂടി, താങ്കൾ ഈ മൃതദേഹത്തെ അനാദരവ് കാട്ടിയെന്ന ആരോപണം കൂടി മന്ത്രി VN വാസവൻ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ചാരിറ്റി ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിന്റെ ആംബുലൻസുമായിട്ടാണ് അദ്ദേഹം ആ ബോഡി കൊണ്ടുവരാൻ വന്നത്. അപ്പൊ ആ ആംബുലൻസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയണം. ആ കുടുംബത്തോട് സംസാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. അവിടുന്ന് ആ ബോഡി കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, അതല്ല, നിങ്ങൾ പോകൂ, നമുക്ക് സർക്കാരുമായിട്ട് ചർച്ച ചെയ്യാം, സംസാരിക്കാം, നമ്മൾ ആവശ്യം നേടിയെടുത്തിട്ടേ പിന്നോട്ട് പോകത്തുള്ളൂ. എന്താണ് അവർക്കുള്ള കോമ്പൻസേഷൻ, അവർക്കുള്ള ജോലി, ആ കുടുംബത്തെ ദത്തെടുക്കണം, ആ കുട്ടിയുടെ ചികിത്സാ ചെലവ്, ഈ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീരുമാനമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ പോകൂ. ആ കുടുംബത്തിന്റെ തീരുമാനം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ഒരു വാക്ക് ഞാൻ പറഞ്ഞുള്ളൂ. തടഞ്ഞല്ല, ഒരു വാക്ക് എനിക്ക് പറയണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ തടഞ്ഞിട്ടില്ല. പക്ഷേ ആ തടസ്സം നീക്കാൻ ഒരു കാരണം ഉണ്ടാക്കിയതാരാ? അവിടെ ഒരു സാഹചര്യം വന്നേ എങ്ങനെയാ? അവരെ പറ്റി ചോദ്യം ചെയ്യലില്ല. ആ വ്യക്തിയോട് തന്നെ അനാദരവ് കാണിച്ചാണ് അവിടെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു കെട്ടിടത്തിൽ ഈ വ്യക്തികളെ മൊത്തം അനുവദിച്ചത്. അപ്പൊ ആ വ്യക്തിയോടും കുടുംബത്തോടും കേരള സമൂഹത്തോടും അനാദരവ് കാണിച്ചിരിക്കുന്നത് മന്ത്രിയാണ്, ഹെൽത്ത് മിനിസ്റ്ററാണ്, ഗവൺമെന്റാണ്. അതിന് മറുപടിയില്ലേ? അതിന് മറുപടി പറയണം. ജീവിച്ചിരുന്ന ആളോട് അനാദരവും ആ വ്യക്തിയുടെ എല്ലാ റൈറ്റ്സും ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതിനാരും മറുപടി പറയും? അത് സർക്കാർ പറയട്ടെ. 2 സാഹചര്യത്തെ ആലോചിക്കണം. ഒന്ന്, UDF സർക്കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും LDFന്റെ നിലപാട്? പുറത്തെ. 2, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നെങ്കിൽ എന്തായിരിക്കും സർക്കാരിന്റെ നിലപാട്? പ്രൈവറ്റ് ഹോസ്പിറ്റലും ഗവൺമെന്റ് ഹോസ്പിറ്റലും തമ്മിൽ ഒരേ ലോയാണ് ഇന്ത്യയിലുള്ളത്. അപ്പം ഈ മന്ത്രിസഭ അധികാരമേറ്റത് ഭീതിയോ പ്രീതിയോ ഇല്ലാതെ പക്ഷാഭേദമില്ലാതെ നടത്തുമെന്ന്. ഇവിടെ പക്ഷാഭേദം വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഗവൺമെന്റിന് മാൻഡേറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത്. ജുഡീഷ്യൽ എൻക്വയറി വരട്ടെ.
സോളാർ കേസ് പോലൊരു കേസിൽ ജുഡീഷ്യൽ എൻക്വയറി ആവശ്യപ്പെട്ടവർക്ക് അധികാരത്തിലിരിക്കുമ്പോൾ ഇത്ര വലിയ സംഭവം നടന്നിട്ട് അനങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ പാപ്പരത്വമല്ലേ? ഈ ധനസഹായം അതെങ്ങനെയാണ് താങ്കൾ എങ്ങനെയാണ് അത് ട്രസ്റ്റുമായി ബന്ധപ്പെട്ടാണോ? അതിൽ 5 ലക്ഷം രൂപ സ്പോൺസർമാരെ കണ്ടെത്തി കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ 5 ലക്ഷം കൊടുത്തിരിക്കും. എന്തായാലും അതാണ് സർക്കാരിന്റെ ധനസഹായം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ചാണ്ടി ഉമ്മൻ ധനസഹായം പ്രഖ്യാപിച്ച് അതുമായി മുന്നോട്ട് പോവുകയാണ്. ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന ആവശ്യത്തിൽ അതിശക്തമായി ഉറച്ചു നിൽക്കുകയാണ്. കോട്ടയത്ത് നിന്ന് പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18.